അതെ, ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അല്ല അതിപ്പോ എനിക്ക് ഇത് എന്തറിയോ, നമ്മളെ ഒരു 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 5 മണിക്കോ അല്ലെ 6 മണിക്കോ ഒരു പോസ്റ്റ് ഇടുന്ന പറയുന്നു, നമ്മൾ ഇട്ടോളാൻ പറയുന്നു. അതിന്റെ ഫംഗ്ഷന് കയറുന്നു. അതിന്റെ ഇടയ്ക്ക് എന്താണ് ന്യൂസിൽ വരുന്നതെന്ന് എനിക്കറിയില്ല. അറിഞ്ഞൂടാത്തൊരു കാര്യം സംസാരിക്കുന്നു. അത് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ന്യൂസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അറിഞ്ഞൂടാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല, അറിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞു. അതെ അതെ, ഞാൻ ഒരു ആവേശത്തിന് വെച്ചുപോയത്, മൈക്ക് വെച്ചുപോയത്. അപ്പൊ അതായത് പുരികത്ത് കൊള്ളാവുന്ന കണ്ണിൽ കൊണ്ടു, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പുരികത്ത് കൊള്ളേണ്ടത് കണ്ണിൽ കൊണ്ടുപോയി. മോഹൻലാലിന്റെ മുഖത്ത് മൈക്ക് കൊണ്ടിടിച്ച് മാധ്യമപ്രവർത്തകൻ. ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു വീഡിയോ ഉണ്ട്. മാധ്യമപ്രവർത്തകന്റെ മൈക്ക് മോഹൻലാലിന്റെ കണ്ണിൽ തട്ടിയതും അതിന് മറുപടിയായി ലാലേട്ടൻ ഹാസ്യരൂപത്തിൽ മറുപടി നൽകിയതും. GST ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ GST നികുതി അടയ്ക്കുന്ന താരത്തിനുള്ള പുരസ്കാരം വാങ്ങുവാൻ എത്തിയതായിരുന്നു മോഹൻലാൽ. മന്ത്രി KN ബാലഗോപാലൻ ചടങ്ങിൽ പുരസ്കാരം സമ്മാനിച്ചു. പരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങിയ ലാലേട്ടൻ മകളുടെ സിനിമാ പ്രവേശനത്തെ പറ്റിയുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമ്പോഴായിരുന്നു മാധ്യമപ്രവർത്തകന്റെ മൈക്ക് താരത്തിന്റെ മുഖത്തിടിച്ചത്.